വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരും ഇല്ല ഇവിടെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. അങ്ങനെ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ആരും പറഞ്ഞില്ല. അപ്പോൾ വാവയും അനിയത്തിയും അതിലേക്ക് വരുമ്പോഴും നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ബിരിയാണി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇവിടെ കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയും കൂടിയാണ്. അത് ഇവിടെ സവാള, തക്കാളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എന്നിട്ട് അവർ വരുമ്പോഴും നമുക്ക് സർപ്രൈസ് ആയിട്ട് ബിരിയാണി കൊടുക്കാം. അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചിക്കനൊക്കെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അരിതാ ഇവിടെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചു. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ചൂടൊക്കെ മാറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ആക്കി വെച്ച്, അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പം എല്ലാം കൂടി പെട്ടെന്ന് ചടപടയെന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ കൊള്ളുന്നതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഉണ്ടാക്കിയാൽ മതി. ഇപ്പം തന്നെ 1 മണി കഴിഞ്ഞു. എല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നല്ല സമയം താമസിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മുടിയൊക്കെ ഇതിനകത്ത് വീഴും. പിന്നെതാ ഞാൻ മറ്റേ ഏപ്രോണൊക്കെ കെട്ടി സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാൽ മതി. അപ്പോൾ എവിടെ മുതൽ തുടങ്ങണമെന്നൊരു ഡൗട്ട്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും സവോള ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഞാൻ ഫോണ് ഓണാക്കിയാണ് വെച്ചത്, പക്ഷേ എന്തോ അത് റെക്കോർഡായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തക്കാളി ഇട്ടു, അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല. പിന്നെ മുളക് പൊടിക്ക് ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ മുളക് പൊടി ഭയങ്കര എരിവ് കേട്ടോ, കുറച്ചിട്ടാൽ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് എരിവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതാകുമ്പം ആവശ്യത്തിന് കളറും കിട്ടും, അധികം എരിയും കാണില്ല. അപ്പോൾ ഈ ഗരം മസാല എനിക്ക് ബിരിയാണി കിറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നേരത്തെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ മസാലാസൊക്കെ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതിടുമ്പം കുറച്ചിട്ടാൽ മതി, ഒരുപാട് അധികം ആവണ്ട. ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ചിക്കൻ കടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കഷ്ണമാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിയ കഷ്ണമായിരുന്നു, ബിരിയാണിയല്ലേ, അപ്പോൾ കുറച്ച് വലിയ കഷ്ണത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാലുണ്ടായിരുന്നു കേട്ടോ, 2 കാലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തത്. അരി കഴുകി കുതിർത്ത് ആ വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്ന അരിയായിരുന്നു. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ എനിക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഉപ്പ് കുറവായിരിക്കും. എനിക്ക് ഉപ്പിൻ്റെ കണക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയിലയും കൂടി ആയിരുന്നെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടിയേനെ. പുതിനയില കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ മല്ലിയില ഇട്ടു. അതൊക്കെ ഇട്ട് ബാക്കി വന്ന നെയ്യും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കുക. ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിരിയാണി ഇനി റെഡി ആവട്ടെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കി കാണിച്ചു തരാം. ഇതാ സാലഡ്, ഇവിടെ ഞാൻ സാലഡ് ഉണ്ടാക്കി.
കുറച്ച് പുതിനയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായേനെ. ഇപ്പം ഇതാ നമ്മുടെ ബിരിയാണി ഫുള്ള് സെറ്റായി. കൊള്ളാം. എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് കിട്ടുമ്പോഴെന്താണ് അവരുടെ ഒരു എക്സ്പ്രഷൻ എന്ന് നോക്കാം. ഇനി അതിനാണ് വെയിറ്റിങ്. അനിയത്തി വരുമ്പോൾ എന്തായാലും ഒരു 5:30 മണിയൊക്കെ ആവും. അതിന് മുന്നേ വാവയും വരും, അമ്മയും വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. കഴിച്ചോക്ക്. കൊള്ളാമോ? സത്യാണ് കൊള്ളാമോ? താങ്ക് യു പറ. താങ്ക് യു ഡിയർ മദർ. പ്രതീക്ഷിക്കാതെ ബിരിയാണി കണ്ടപ്പോഴെന്താണ് തോന്നിയത്? സന്തോഷം, ഹാപ്പിനെസ്. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. ഇവളാണ് പറഞ്ഞു കൊടുത്തത്. അവൾ വന്ന ഉടനെ തന്നെ ബിരിയാണി വെച്ചൊന്ന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ആ ഒരു എക്സ്പ്രഷൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ അവൾ കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇപ്പം കഴിക്കുന്നുമില്ല. അപ്പം ഞാൻ ചമ്മിപ്പോയി ഈ വീഡിയോയിൽ. ചമ്മിപ്പോയി. ഞാൻ ലേറ്റായി കഴിച്ചത്, ഞാൻ ഇറങ്ങാൻ നേരത്തെ കഴിച്ചത്. നടന്നു ഞാൻ കഴിക്കാം. ബട്ട് ഐ ആം ഹാപ്പി. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഇത്ര എക്സ്പ്രഷൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.